അടുത്തതായി ഫെലിസിറ്റേഷൻസ് അറിയിക്കുവാനായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജെനി പീറ്റർ മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് ഏകദേശം 25 വർഷമായിട്ട് ഡോക്ടർ സനൽകുമാറിനെ പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്കവർക്കും കൊല്ലങ്കോടുകാരനായ ഡോക്ടർ സനൽകുമാറിനെയാണ് അറിയാമെങ്കിൽ അദ്ദേഹം കുറേ കാലം പെരുമ്പാവൂർ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടെയും ഇതേ സബരിയെ തുടർന്നു എന്നുള്ളതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അതിലൊന്ന് ഇവരുടെ തന്നെ ഒരു സ്കൂൾ അല്ലേ, ഒക്കലിലുള്ള സ്കൂളിൻ്റെ അങ്കണത്തിൽ കണ്ടുപിടിച്ച നന്നങ്ങാടികളുടെ പഠനം അദ്ദേഹം നടത്തുകയുണ്ടായി. അതുപോലെ എറണാകുളം ജില്ലയിലുള്ള ഒരു റോക്ക് ആർട്ട് സൈറ്റ് അല്ലേ, പൂയംകുട്ടി, നമ്മുടെ ഇടയ്ക്കലൊക്കെ ഉള്ള അല്ലാതെ എറണാകുളം ജില്ലയിൽ ആകെയുള്ള ഒരു റോക്ക് ആർട്ട് സൈറ്റ് പൂയംകുട്ടി ആദ്യമായി പൊതുജന സമക്ഷം കൊണ്ടുവരുന്നതിലും അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ട്. ഇദ്ദേഹം രചിച്ച കേരളത്തിൻ്റെ ആദിമ ചരിത്രം പാലക്കാടൻ ഭൂമികയിലൂടെ ഇന്ന് വായനക്കാർക്ക് സമർപ്പിക്കുമ്പോൾ അതിലുള്ള എൻ്റെ സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ നേരത്തെ ശശികുമാർ സാറ് സൂചിപ്പിച്ച ഇവിടെ കുറേ അധ്യാപകരൊക്കെ ഇരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിലും വയനാട് നിന്നൊക്കെ വന്നിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഞാനിവിടെ കാണുന്നു. ശശികുമാർ സാറ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇണങ്ങാത്ത പുസ്തകവും പിണങ്ങുന്ന അധ്യാപകരും അല്ലേ ക്ലാസ്സിൽ. അത്തരത്തിലുള്ളൊരു പുസ്തകമല്ല ഇത് ഇണങ്ങുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വായിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ പരിപാടിക്ക് ക്ഷണിച്ച സമയത്ത് സനൽകുമാർ സാർ എന്നോട് പറഞ്ഞു 800 പേജുള്ള പുസ്തകമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ 25 വർഷത്തെ എഴുത്ത് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇപ്പോൾ പറയാം. 800 പേജിൽ നിർത്തിയതിന് രമേശ് സാറിന്, വർക്കിംഗ് എഡിറ്ററിന് പ്രത്യേകം നന്ദി. കാരണം അദ്ദേഹം, നമ്മൾ ഒരു സെയിങ് ഉണ്ട്, കുന്നി മണിയോളം ചോദിച്ചാൽ കുന്നോളം നൽകും. അപ്പം ഞാൻ പല പ്രാവശ്യം ഇവിടെ ഫീൽഡ് വർക്കിന് വരുന്ന സമയത്ത്, ഞാൻ 2000 വരുമ്പോൾ ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിയാണ്. ബറോഡ MS യൂണിവേഴ്സിറ്റി ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം കുറേ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പോലും 2005 CHS നിന്നും അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ജേർണലുണ്ട്. ഞാനും ഡോക്ടർ സെൽവകുമാറും ഒക്കെ തൃപ്പൂണിത്തുറ CHS ഉണ്ടായിരുന്ന കാലത്ത് 2006 MG യൂണിവേഴ്സിറ്റിയുടെ ആധാരം എന്ന് പറയുന്ന ഒരു ജേർണൽ വന്നു. അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പോലും വളരെ വിപുലമായ ലേഖനങ്ങളായിരുന്നു. അതായത് ഒരു ലോക്കൽ ഹിസ്റ്ററിയിലേക്ക് എങ്ങനെ ഒരു PhD തീസിസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു തെളിച്ചം അന്നേ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഗവേഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വലിയൊരു എന്താ പറയുക ഒരു എവല്യൂഷൻ. ആ എവല്യൂഷനാണ് ഒരുപക്ഷെ സെൽവകുമാർ സാറും ഇവിടെ രേഖപ്പെടുത്തിയത്. അത് പൂർണ്ണമായി ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണിത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പാലക്കാടിൻ്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാലക്കാടിനെ കുറിച്ച് ഒരു കുട്ടി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഒരു പുസ്തകം VVK വാലത്തിൻ്റെ കേരളത്തിലെ സ്ഥലനാമ ചരിത്രങ്ങൾ പാലക്കാട് ജില്ല എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന് അപ്പുറം അതിനുശേഷം എത്രയോ കാലത്തൊരു ഗ്യാപ്പുണ്ട്. അത്രയും കാലത്തെ വിടവ് പരിഹരിച്ചുകൊണ്ട് പാലക്കാടിന് ഒരു പുതിയൊരു പുസ്തകം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ആദ്യം ദൂരദർശനിൽ ചില ഡോക്യുമെൻ്ററികൾ വഴിയാണ് ഇത്, അതായത് ഈ ലോക്കൽ ഹിസ്റ്ററിയും പബ്ലിക് ആർക്കിയോളജിയും കമ്മ്യൂണിറ്റി ആർക്കിയോളജിയും പബ്ലിക് ഹിസ്റ്ററിയും ഒക്കെ ഇപ്പോൾ വ്യാപകമാണെങ്കിലും അതിനൊക്കെ മുമ്പേ തന്നെ അത്തരം വഴികളിൽ കൂടി നടന്ന ഒരാളാണ് അദ്ദേഹം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അന്നിവിടെ ഒരു എക്സ്കവേഷൻ നടന്നു 1999 2000 അല്ലേ. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് നടന്ന്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഡയറക്ടർ ശ്രീധരൻ സാറിനെയും അതുപോലെ തന്നെ ഡോക്ടർ ഹേമേന്ദ്രനെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു. 19ാം നൂറ്റാണ്ടുകൾ മുതലുള്ള പഠനങ്ങൾ പാലക്കാടിനെ കുറിച്ചുണ്ട്. നമുക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാവുന്ന റോബർട്ട് സീവലിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ മലബാറിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് മലബാർ മാനുവൽ. ഈ രണ്ടെണ്ണത്തിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ചാടുന്നത് VVK വാലത്തിലേക്കാണ്. ആ ഒരു പട്ടികയിൽ പെടുത്താവുന്ന ഒരു പുസ്തകമാണ് ഇത്. ഡോക്ടർ സെൽവകുമാർ സൂചിപ്പിച്ചതുപോലെ
പാലക്കാട് നിരന്തരമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഡോക്ടർ പി രാജേന്ദ്രൻ കേരളത്തിനെ പ്രീ ഹിസ്റ്ററിയുടെ മാപ്പിൽ അടയാളപ്പെടുത്തിയത് പാലക്കാട് വഴിയാണ്. കാഞ്ഞിരപ്പുഴ റിവർ ബേസിനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലോവർ പാലിയോളത്തിക് ടൂൾ വഴി 1970-കളിലാണ് നടക്കുന്നത്. 1999-2000 ആ പീരീഡിൽ നടന്ന എക്സ്കവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന് തുടർന്ന് 2008 സെൽവകുമാറും നമ്മുടെ രാജൻ ഗുരുക്കൾ നേതൃത്വം നൽകിയ ആനക്കര എന്ന സൈറ്റിൻ്റെ എക്സ്കവേഷൻ നടന്നു. അപ്പോൾ പാലക്കാട് ഒരിക്കലും ആർക്കിയോളജിയുടെ ഭൂപടത്തിൽ നിന്നും മാപ്പിൽ നിന്നും ഒരിക്കലും അപ്രത്യക്ഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പുസ്തകത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു പ്രചോദനമാകട്ടെ. ഡോക്ടർ വി സനൽകുമാറിനും ഈ ബൃഹത്തായ ഈ പരിപാടിയിൽ പങ്കാളികളായ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.